പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIOS +2 എക്കണോമിക്സിന്റെ ചാപ്റ്റർ 13 സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കണോമിക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 2 രണ്ടാമത്തെ അധ്യായമാണ്. ക്രമത്തിൽ എഴുതുമ്പോൾ 13ാമത്തെ അധ്യായം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ കാതലായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിന്റെ മലയാളം. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എക്കണോമിക്സിന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഇവിടെ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് പ്രിയമുള്ള വിദ്യാർത്ഥികളെ ഈ ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യും. വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രത്യേകിച്ച് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ എക്സാം ഓറിയന്റഡ് ഗൈഡ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ഫോളോ ചെയ്യുന്നത്. ആ ഗൈഡിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ പാഠത്തിന്റെ പേര് വന്നത് സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നമാണ്. ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിലാണ്. മലയാളം മീഡിയത്തിൽ എഴുതുന്നവർക്കും ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ പറഞ്ഞ് മലയാളത്തിൽ അതിന്റെ മീനിങ് പറഞ്ഞിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡു എക്കണോമിക് പ്രോബ്ലം എറൈസ്? വുഡ് ബി എക്കണോമിക് പ്രോബ്ലം ഇഫ് റിസോഴ്സസ് വെർ അൺലിമിറ്റഡ്? എങ്ങനെയാണ് ഹൗ ഡു യു എക്കണോമിക് പ്രോബ്ലം എറൈസ്? എങ്ങനെയാണ് സാമ്പത്തിക പ്രശ്നം ഉത്ഭവിക്കുന്നത്? ഈ സാമ്പത്തിക പ്രശ്നത്തിന്റെ കാരണം വിഭവങ്ങൾ അപരിമിതം ആണോ എന്നുള്ളതാണ്. വുഡ് ദിസ് എനി എക്കണോമിക് പ്രോബ്ലം ഇഫ് റിസോഴ്സസ് വെർ അൺലിമിറ്റഡ്? വിഭവങ്ങൾ അൺലിമിറ്റഡ് ആണോ എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ സാമ്പത്തിക പ്രശ്നം എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ മനുഷ്യന്റെ ആവശ്യങ്ങൾ അപരിമിതമാണ്. വിഭവങ്ങളല്ല അപരിമിതം, മനുഷ്യന്റെ ആവശ്യങ്ങൾ വളരെ കൂടുതലാണ്. പക്ഷെ അത് നിറവേറ്റാനുള്ള വിഭവങ്ങൾ വളരെ കുറവാണ് എന്നുള്ളതാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ലയണൽ റോബിൻസിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഓരോ ദിവസം കൂടുന്തോറും മനുഷ്യന്റെ ആവശ്യങ്ങൾ കൂടുകയാണ്. നമുക്ക് വരുമാനം ഇഷ്ടം പോലെ ഉണ്ടാവും, വരുമാനം കുറവായിരിക്കാം, അല്ലെങ്കിൽ മീഡിയം ടൈം. പക്ഷെ നമ്മുടെ ആവശ്യങ്ങളുടെ നിറവേറ്റാൻ കഴിയില്ല. ഒന്ന് വരുമ്പോഴത്തിന് അടുത്ത് നമുക്കാകും. വീട്ടിൽ എങ്ങനെയാണ്? നമുക്ക് ഒരു ജോലി നേടിയ ആവശ്യം ഒരു വീട് വേണം. വീടായി കഴിഞ്ഞാൽ വീടിന്റെ മുകളിലേക്ക് ഒന്ന് കൂടി എടുക്കണം. അപ്പൊ ഒരു കാറ് വേണം. പിന്നെ നമുക്ക് ആവശ്യമുണ്ട് കുറച്ച് റബ്ബർ തോട്ടം വാങ്ങിയിടണം. പിന്നെ നമുക്ക് കുറച്ച് ഫ്ലാറ്റുകൾ ഉണ്ടാക്കണം. നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ വരികയാണ്. ഓട്ടോമാറ്റിക് നമ്മുടെ ആവശ്യങ്ങൾ അവസാനിക്കുന്നില്ല. ഇത് മതി പറഞ്ഞിട്ട് നമ്മളിവിടെ നിർത്തുന്നില്ല. പക്ഷെ അത് നിറവേറ്റാനുള്ള വിഭവങ്ങൾ ഈ സമ്പദ് വ്യവസ്ഥയിൽ കുറവാണെന്ന് അറിയുന്നു. ഒരു ഇന്ത്യൻ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 135 കോടി ജനങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും ഈ 135 കോടി ജനങ്ങൾ താമസിക്കുന്ന ഭൂവിസ്തൃതി ഒരിക്കലും വർദ്ധിക്കുന്നില്ല. ജനസംഖ്യ ഇങ്ങനെ വർദ്ധിക്കുന്നു, ഭൂവിസ്തൃതി വർദ്ധിക്കുന്നില്ല. പക്ഷെ അതിനനുസരിച്ച് ഇവിടെ ഉൽപാദനം നടക്കുന്നില്ല. മനുഷ്യന്റെ ആവശ്യങ്ങൾ കൂടുകയാണ്. അത് നിറവേറ്റാനുള്ള വിഭവങ്ങൾ, ഈ 135 കോടി ജനങ്ങളെ നിറവേറ്റാനുള്ള വിഭവങ്ങൾ ഇവിടെ ലഭ്യമല്ല എന്നുള്ളതാണ് സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടാണ്. നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ വീട് വെക്കണം, അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് വാഹനം വാങ്ങണം, ഹോസ്പിറ്റൽ ചെലവ് വരുന്നുണ്ട്, അല്ലെങ്കിൽ വസ്ത്രം വാങ്ങണം, അല്ലെങ്കിൽ നമുക്ക് ഒരു രാജ്യത്തെ സംബന്ധിച്ചൊരു വ്യവസായശാലകൾ നിർമ്മിക്കണം, ബിസിനസ് സ്ഥാപനങ്ങൾ നിർമ്മിക്കണം, വാർത്താവിനിമയ സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഇങ്ങനെ ആവശ്യങ്ങൾ ഇതാണ്. പക്ഷെ നിറവേറ്റാനുള്ള വിഭവങ്ങൾ കുറവാണ് എന്നുള്ളതാണ്. അതാണ് സമ്പദ് വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ സ്കേഴ്സിറ്റി ലീഡ് ടു ചോയ്സ്. സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ദൗർലഭ്യം അല്ലെങ്കിൽ ക്ഷാമം എന്ന് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ദൗർലഭ്യത്തിലേക്ക് നീങ്ങുന്നത് എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പല്ല. നമ്മൾ ഒരു വസ്തു തെരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം തെരഞ്ഞെടുക്കുമ്പോൾ അവിടെ ക്ഷാമം വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇതിനെക്കുറിച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ പ്രൊഫഷണൽ ലയണൽ റോബിൻസ് 1931 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് ഇതിന് പറയുന്നുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സ്വഭാവ പ്രാധാന്യം, ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം 1931 ലയണൽ റോബിൻസ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രം പ്രസിദ്ധീകരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആവശ്യങ്ങളും വിവിധ തരത്തിൽ ഉപയോഗപ്പെടുത്താവുന്ന ദുർലഭമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധമാണ്.
അതാണ് ഇവിടെ സ്കാഴ്സിറ്റി എന്നുള്ള വാക്ക് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങളും ആ ആവശ്യങ്ങളെ നിറവേറ്റാനുള്ള ദുർലഭ സ്കാഴ്സിറ്റി റിസോഴ്സ്, ദുർലഭ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ഹ്യൂമൻ വാണ്ട്സ് ആൻഡ് സ്കാഴ്സ് റിസോഴ്സ്. മനുഷ്യ ആവശ്യങ്ങളും സ്കാഴ്സ് റിസോഴ്സ്, ദൗർലഭ്യ വിഭവങ്ങളും എന്നുള്ള ബന്ധമാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. അതാണ് ധനശാസ്ത്രം, എക്കണോമിക്സ് എന്ന് ഇതിന്റെ പഠനത്തിന് ആവശ്യമെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സമ്പദ് വ്യവസ്ഥയിൽ വിഭവങ്ങളെ കുറിച്ച് ഉൽപാദന വിഭവങ്ങൾ പലതുണ്ട്. ഭൂമി വേണം, അതേപോലെ തന്നെ തൊഴിൽ വേണം, അതുപോലെ തന്നെ ശക്തി വേണം, മൂലധനം വേണം, സംഘാടനം വേണം. ഓക്കെ, ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഉള്ള വിഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ റോഡ് ഉണ്ടാക്കി, ഫണ്ട് ഉപയോഗിച്ച് സമ്പത്ത് റോഡ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു പാലുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ബിൽഡിംഗ് ഉണ്ടാക്കി. എന്നാൽ വിഭവങ്ങളുടെ പരിമിതി മൂലം ഈ എല്ലാ സാധനങ്ങളും നമുക്ക് ഒരേ സമയം നിർമ്മിക്കാൻ കഴിയില്ല. നമുക്ക് ഒരു സമയം വേണ്ടത് എന്താ? റോഡ് വേണം, പാലം വേണം, ഫ്ലാറ്റ് വേണം. ഇതെല്ലാം നമുക്ക് ഒരു സമയം ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ ഏറ്റവും അർജന്റ് ഏതാണെന്നുള്ളത് അതാണ് നമ്മൾ ആദ്യം നിറവേറ്റേണ്ടത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചോദ്യം വരുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും എമർജൻസി ആയിട്ടുള്ള ആവശ്യങ്ങളാണ് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ഇതാണ് അവൻ ആദ്യം നിറവേറ്റേണ്ടത്. അത് നിറവേറ്റി കഴിഞ്ഞാൽ പിന്നെയാണ് അവന് ബാക്കിയുള്ള ആവശ്യങ്ങളിലേക്ക്, ആഡംബര ആവശ്യങ്ങളും അതുപോലെ സുഖകരമായ സന്തോഷപരമായ ആവശ്യങ്ങൾക്ക് നീങ്ങേണ്ടത്. സ്വന്തം അവന് നിലനിൽക്കാനുള്ള ഭക്ഷണം ഉണ്ടോ, അവന് ഇടാനുള്ള വസ്ത്രം ഉണ്ടോ, താമസിക്കാനുള്ള പാർപ്പിടം ഉണ്ടോ, ഇതൊക്കെയാണ് അത്യാവശ്യ ആവശ്യം. എന്നതുപോലെ തന്നെയാണ് ഒരു സമ്പദ് വ്യവസ്ഥയുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഉള്ള വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന്. എല്ലാതും നമുക്കൊരു സമയം വേണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഉള്ള ഫണ്ട് നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കണം എന്നുള്ളതാണ്. ആ ഉപയോഗിക്കുമ്പോൾ ഒന്നിന് ഷോർട്ട് വരാൻ പാടില്ല. അപ്പൊ അതിന് പറ്റുന്ന രീതിയിൽ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക, അതിന് പറ്റുന്ന രീതിയിൽ റോഡുകൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം ഇതിന് വരുന്നത്, വാട്ട് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചോദ്യമാണ്. ഈ പാഠത്തിന്റെ ചാപ്റ്ററിന്റെ പേരാണ് സെൻട്രൽ പ്രോബ്ലം. ക്വസ്റ്റ്യൻസിന് ചോദിക്കുന്നതാണ് വാട്ട് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ, ഒരു സമ്പദ് വ്യവസ്ഥയുടെ കാതലായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിൽ 3 പ്രശ്നം നമ്മൾ എഴുതിയിട്ട്, വാട്ട് ടു പ്രൊഡ്യൂസ്, മൂന്നാമത്തത്, രണ്ടാമത്തത് ഹൗ ടു പ്രൊഡ്യൂസ്, മൂന്നാമത്തത് whom to produce. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പറയുന്ന വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, whom to ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം. ഇതാണ് സമ്പദ് വ്യവസ്ഥ 3 കാതലായ പ്രശ്നങ്ങൾ എന്നത് എസ്സേയിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ 100 കണക്കിന് ആവശ്യങ്ങളുണ്ട്. ഒന്നാമത് ഞാൻ വിശദീകരിക്കണം. വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന് പറയുമ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അപ്പൊ എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് മനുഷ്യന്റെ ഡിമാൻഡ് അനുസരിച്ചാണ്. ഒരു കേരളീയരെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഖ്യ ആഹാരം അരി ഭക്ഷണമാണ്. അപ്പൊ ആ മുഖ്യ ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള അരിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കേണ്ടത്. മനസ്സിലായോ? അല്ലാതെ ഇവിടെ വേണ്ടത് ഗോതമ്പല്ല. ഗോതമ്പ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ഒരു മുഖ്യ ആഹാരമായിട്ട് കേരളീയർ കഴിക്കുന്നത് ഏതാ? അരിഭക്ഷണം. അപ്പൊ അവിടെ തീരുമാനിക്കണം. 2 ചോയ്സ് മുന്നിലുണ്ട്. അരിയും ഗോതമ്പും ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സ്ഥലം നമുക്ക് കിട്ടിയാൽ എന്താണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ആവശ്യമെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ആ ലഭ്യമായ ലാൻഡിൽ അരിയാണോ ഗോതമ്പാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്താണ്? അരിയാണ്. ഇതേ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കഴിക്കുന്നത് ചിലപ്പോൾ ചപ്പാത്തി അരി, അവിടെ അരിയല്ല, അവിടെ ഗോതമ്പിനാണ് അവിടെ പ്രാധാന്യം. അപ്പൊ ഒരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം തന്നെ ചോദ്യങ്ങൾ വ്യത്യസ്തമാണ്. ഓരോ സ്ഥലത്ത് കഴിക്കുന്ന ഭക്ഷണങ്ങൾ വ്യത്യസ്തമാണ്, വസ്ത്രധാരണ രീതി വ്യത്യസ്തമാണ്, അവരുടെ സാംസ്കാരിക കൾച്ചറൽ പരമായ കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യം വരുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കണം. ഏറ്റവും അത്യാവശ്യം അരിയും ഗോതമ്പാണ്. എന്താണ് അവിടെ കഴിക്കുന്നതെങ്കിൽ അത് ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. അതിന് എത്ര ക്വാണ്ടിറ്റി എന്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഏത് അളവിൽ ജനസംഖ്യ നോക്കണം. കേരളീയരിൽ എത്ര കോടി ജനസംഖ്യ ഉണ്ട്? 3 കോടിയാണോ 4 കോടിയാണോ? അപ്പൊ ആ 4 കോടി ജനങ്ങൾക്ക് ഒരു ദിവസത്തിന് എത്ര വേണം? അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചക്ക് എത്ര വേണം?
ഇതൊക്കെ പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്ഷാമം വരും, ദാരിദ്ര്യം വരും, പട്ടിണി വരും, പട്ടിണി കിടന്ന ആളുകൾ മരിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ ചിന്തിക്കണം. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഇവിടെ രണ്ട് രീതിയുണ്ട്. ഒന്ന് ക്യാപിറ്റൽ ഇന്റൻസീവും രണ്ടാമത്തെ ലേബർ ഇന്റൻസീവും. ക്യാപിറ്റൽ ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ മൂലധനം ഇറക്കിയിട്ട് എന്താണ് യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാം. അല്ലെങ്കിൽ യന്ത്രങ്ങൾക്ക് പകരം തൊഴിലാളികൾക്ക് കൂടുതൽ എണ്ണം കൂട്ടാം. ഒന്നാമത്തെ മെത്തേഡ് പ്രകാരം തൊഴിലാളികളുടെ എണ്ണം കുറച്ച് കൂടുതൽ മൂലധനം ഇറക്കി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാം. ആ രീതിയാകാം. യന്ത്രങ്ങൾ അല്ലെങ്കിൽ ലേബർ. വളരെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഒരു പറമ്പിൽ ഒരു കാട് വെട്ടാൻ വിളിക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് വിളിക്കാം. ഒന്നില്ലെങ്കിൽ ഒരാളെ മാത്രം വിളിച്ചിട്ട് മെഷീൻ ഉപയോഗിച്ച് വെട്ടിക്കാം. അപ്പൊ നമുക്ക് പ്രശ്നമില്ല, അയാൾക്ക് കരാറ് കൊടുത്താൽ മതി, ഇത്രയും നിങ്ങൾ വെട്ടിയെടുത്തിട്ട് തരും, നമുക്ക് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. അയാൾക്കുള്ള മാത്രമായ അയാൾ പോകും ചെയ്യും, ഭക്ഷണം ഉണ്ടാക്കാനൊന്നും പ്രയാസമില്ല. എന്നാൽ ആ പറമ്പിൽ ചിലപ്പോൾ 5-6 ആൾക്കാരെ നമ്മൾ കാട് വെട്ടാനാക്കി നമ്മൾ ചിലപ്പോൾ നോക്കി നിൽക്കേണ്ടി വരും. ചില അവിടെ യന്ത്രമല്ല, അവർക്ക് കൂലിക്കാണ്. അവർക്ക് 5-6 ആളെ നമ്മൾ നോക്കണം, മാനേജ് ചെയ്യണം, അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. അതേ സമയത്ത് ഒരാളാണെങ്കിൽ പണി വളരെ എളുപ്പത്തിൽ. ഇന്നതുപോലെ തന്നെയാണ് ഒരു ഉത്പാദന സ്ഥലത്ത് യന്ത്രങ്ങളുടെ എണ്ണം കൂട്ടി ലേബർ കുറക്കണം, ലേബറിന്റെ എണ്ണം കൂട്ടി യന്ത്രങ്ങൾ കുറക്കണം എന്നത് തീരുമാനിക്കണം. അത് ഏതാണ് ചില മെച്ചപ്പെട്ട രീതിയെങ്കിൽ അത് അവലംബിക്കണം. മൂന്നാമത്തെ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളത് നമ്മുടെ ഇവിടെ കണക്കിലാക്കുന്ന പ്രൊഡക്ഷൻ ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമ്പദ് വ്യവസ്ഥ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ അവിടെ 4 കാര്യങ്ങൾ കണക്കാക്കണം. അതാണ് ഈ ഉൽപാദന ഘടകങ്ങൾ. ആ ഉൽപാദന ഘടകങ്ങൾ പെട്ടെന്ന് ലാൻഡ്, ലേബർ, ക്യാപിറ്റല്, സംഘടന. ലാൻഡ് ഭൂമി വേണം, തൊഴിലാളികൾ വേണം, മൂലധനം വേണം, സംഘടന വേണം. ഈ ഉൽപാദന ഘടകങ്ങളൊക്കെ പരിഗണിച്ച് ആ ഉൽപാദന ഘടകങ്ങളൊക്കെ ഏതൊക്കെ അളവ്, ഏതൊക്കെ മിക്സ് വേണം എന്ന്, എത്ര വിഭവങ്ങൾ ഉപയോഗിക്കണം ഈ ഉൽപാദന ഘടകങ്ങളിൽ എന്ന് അടിസ്ഥാനത്തിലാണ് ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്? എന്താണ് ഈ ഫുള്ളർ യൂട്ടിലൈസേഷൻ? ഫുള്ളർ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ഉപയോഗിക്കുക. വിഭവങ്ങൾ എങ്ങനെയാണ് മുഴുവനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചോദ്യം വരുന്നത്. ആവശ്യങ്ങളെ താരതമ്യപ്പെടുത്തുമ്പോൾ വിഭവങ്ങൾ പരിമിതമാണ്. ആവശ്യങ്ങൾ വളരെ കൂടുതലാണ്. ഒരു വീട്ടിലാണെങ്കിൽ ഒരു വീട് കഴിക്കണം, വീട് കയറ്റാനുള്ള ആവശ്യം നമുക്കുണ്ട്. വീട് കയറ്റിയിട്ട് മക്കളെ കെട്ടിക്കണം, ആവശ്യങ്ങളല്ലേ? പക്ഷെ അത് നിറവേറ്റേണ്ട സാമ്പത്തികമായിട്ട് മാനസിക ഒന്നും നമ്മുടെ കയ്യിലില്ല. വിഭവങ്ങൾ പരിമിതമാണെങ്കിൽ അവ പൂർണ്ണമായി വിനിയോഗിക്കപ്പെടുന്നില്ല. മറ്റൊരു ആവശ്യങ്ങളുമായി താരതമ്യം ഉള്ള വിഭവങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. തൊഴിലാളികൾ തൊഴിലില്ലാതെ അലയുമ്പോൾ തൊഴിൽശാലകൾ അടഞ്ഞു കിടക്കുകയാണ്. തൊഴിലാളികൾ ഇങ്ങനെ പണിയില്ലാതെ നടക്കുമ്പോൾ തൊഴിൽശാലകൾ അടഞ്ഞു, ഭൂമിയിൽ കൃഷി ഇറക്കാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ ആവാൻ പാടില്ല. തൊഴിലില്ലാതെ നടക്കുമ്പോൾ തൊഴിൽശാല തുറന്നിട്ട് തൊഴിലില്ലാതിരിക്കുകയാണെങ്കിൽ ഓക്കെ, അതൊരു പോയിന്റാണ്. എല്ലാവർക്കും അവിടെ തൊഴിൽ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. നേരെ മറിച്ച് ഒരാൾക്ക് കൃഷിത്തോട്ടങ്ങളുണ്ട്, അയാൾ വീട്ടിൽ കുത്തിരിക്കാൻ പണിയില്ലാതെ, അയാൾ ഇങ്ങനെ വീട്ടിൽ കുത്തിരിക്കുന്ന, അയാൾക്ക് ആ കൃഷിയിടത്തിൽ പോയിട്ട് എന്ത് ചെയ്യാം, കൃഷി ഇറക്കിക്കൂടെ, അതിൽ നിന്ന് കിട്ടുന്ന മെച്ചം കൊണ്ട് ജീവിച്ചു പോകാം. അദ്ദേഹം അത് ചെയ്യുന്നില്ല. അതാണ് നമ്മൾ പറയുന്നത്, ഉള്ള വിഭവങ്ങൾ. നമുക്ക് പറമ്പുകളുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട്, പാടങ്ങളുണ്ട്, പറമ്പുകളുണ്ട്, ഇത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ജോലി ഇല്ലാതെ പോകാം. നമുക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ട്, നമ്മളത് അടച്ചിട്ട് എന്താ വീട്ടിലിരിക്കുകയാണ്, നമുക്ക് നോക്കി നടക്കാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെയാണ് ഈ വിഭവങ്ങൾ നമ്മൾ പരിമിതമായി വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കാതെ വരുന്നത്. ഇത് സമ്പത്ത് വ്യവസ്ഥയിൽ ആ മാനവരാശിയെ തരം താഴ്ത്തുന്ന, അവനെ തൊഴിലില്ലായ്മയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കുന്നതിൽപ്പെട്ട ഒരു കാരണമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓരോ വസ്തു നമ്മൾ തന്നെ വിവിധ രീതിയിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വിവിധ സാങ്കേതിക, ഉദാഹരണമായി തുണി ഉൽപ്പാദിപ്പിക്കുന്നതിന് കൈത്തറികളും യന്ത്രത്തറികളും ഉപയോഗിക്കാമെന്നുള്ള. തുണി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് കൈത്തറികളും യന്ത്രത്തറികളും ഉപയോഗിക്കാം. കൈത്തറികളാണ് ഉപയോഗിക്കുന്നത്, കൂടുതൽ തൊഴിൽ ശക്തിയാണ്. തുണി ഉൽപ്പാദിപ്പിക്കാൻ കൈത്തറിയാണ് കൂടുതൽ തൊഴിൽ ശക്തിയും കുറച്ച് മൂലധനവും ഉപയോഗിച്ചാണ്. അതിനാണ് ലേബർ ഇന്റൻസീവ് നമ്മൾ പറഞ്ഞത്. ഇതേപോലെ തന്നെ ക്യാപിറ്റൽ ഇന്റൻസീവ് വരുന്നുണ്ട്.
കൂടുതൽ മൂലധനം ഉപയോഗിച്ചിട്ടുള്ളതും വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്? ഇതൊരു എക്സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിശദീകരിച്ച് തരാം എന്നാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുക. ഒരു സമ്പദ് വ്യവസ്ഥയിൽ രണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിന് വിവിധ ഉൽപാദന സാധ്യതകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഉൽപാദന സാധ്യതകളാണ് ഇവിടെ നമ്മൾ അരി ഗോതമ്പാണ്, റൈസ് വീറ്റ്. ഇത് ഉൽപാദന സാധ്യതകളാണ്. 4 ഉൽപാദന സാധ്യതകളുണ്ട്. എ ബി സി ഡി 4 സാധ്യതകൾ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന് ഉൽപ്പാദിപ്പിക്കും. ഫസ്റ്റ് അദ്ദേഹം അരി 10 കിലോ 10 ഇതിന് കിലോഗ്രാം ആക്കി കൊടുക്കാം. 100 കിലോ അരി 10 കിലോഗ്രാം ആദ്യം ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായി? അരി 10 വരുമ്പോൾ ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ച് ചിലപ്പോൾ അത് എന്താണ് അമിതമായി പോകും, എന്ത് വേസ്റ്റായി പോകും. അത് വിചാരിച്ചത് ടോട്ടൽ 10 ആക്കി. അരി 1 കിലോ കുറച്ചു, അപ്പൊ തെങ്ങിയില്ല, അപ്പൊ ഗോതമ്പ് 1 കിലോ കൂട്ടി. ഇങ്ങനെ അദ്ദേഹം 7 2 ആക്കി, 4 3 ആക്കി, 0 4 ആക്കി. അപ്പൊ 4 സിറ്റുവേഷൻസ് ഇവിടെ തന്നു കഴിഞ്ഞ് ഒരേപോലെയുള്ള 2 ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒന്നിന്റെ അളവ് കുറയുമ്പോൾ ആ കുറയുന്നതിനനുസരിച്ച് മറ്റൊരു ഉൽപ്പന്നത്തിന്റെ അളവ് കൂടി വരികയാണ്. ഇത് വെച്ച് വരയ്ക്കുന്ന രേഖാചിത്രമാണ് ഉൽപാദന സാധ്യത വക്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് നമുക്കൊരു ഗ്രാഫായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് കൊടുക്കാവുന്നത് എന്താണ്, കൂടി വരുന്നത് ഇവിടെ കൊടുക്കാം. എപ്പോഴും നമ്മൾ എക്സ് ആക്സ് കൊണ്ട് വൈകും. എക്സിൽ എപ്പോഴും നമ്മൾ കൂടി വരുന്നത് കൊടുക്കുന്നത്. കൂടി വരുന്നത് ഗോതമ്പാണ്. ഗോതമ്പ് ഞാൻ കൊടുക്കും. ഗോതമ്പ് എത്രയാണ്? 0 1 2 3 4. അരിയാണ് 10 വരെ ഉണ്ട്. 0 മുതൽ 10 വരെ. അപ്പൊ 2 4 ആണ് കൊടുക്കുക. 2 4 6 8 10 ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അരി 10 ആവുമ്പോൾ ഗോതമ്പ് എത്ര? 0 ആണ്. ഇതാണ് 10. ഇതാണ് റൈസ്. റൈസ് 10, ഗോതമ്പ് 0 ആണ്. ഇനി അരി 9 ആകാം, ഇപ്പൊ ഗോതമ്പ് 1 ആണ് ഇവിടെ വരും. ഇനി അരി 7 ആകാം, 7 എന്ന് പറയുമ്പോൾ 6 ഉണ്ട്, ഗോതമ്പ് 2 ആകാം. പിന്നെ 4 ആകാം, അരി 4 ആകുമ്പോൾ ഗോതമ്പ് 3 ആകാം. പിന്നെ 4 ആകുമ്പോൾ 0 ആകും. ഇങ്ങനെ വരുന്നുണ്ട്. ഇതിനെയാണ് PPC കർവ് എന്ന് പറയുന്നത്. ഇത് ഓരോ പോയിന്റുകൾ നമ്മൾ എഴുതുന്നുണ്ട്. ഇതൊരു പോയിന്റ് ആണ്. ഇങ്ങനെ 4 പോയിന്റ് നമ്മൾ ഇവിടെ എഴുതുന്നത്. നമുക്ക് പോയിന്റ് കൊടുക്കും. അപ്പൊ PPC കർവ് എന്ന് പറയുമ്പോൾ ഒരേപോലുള്ള 2 ഉൽപ്പന്നങ്ങൾ 4 സാധ്യതകളിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു ഉൽപ്പന്നത്തിന്റെ അളവ് കുറയുമ്പോൾ മറ്റൊരു ഉൽപ്പന്നത്തിന്റെ അളവ് കൂടുന്നു. ഇത് വെച്ച് വരയ്ക്കുന്ന രേഖാചിത്രമാണ് ഉൽപാദന സാധ്യത വക്രം എന്ന് പറയുന്നത്. ഒരു കോൺവെക്സ് ആകൃതിയാണ്. അപ്പൊ ഇതിന് നമ്മൾ സാധാരണ ഏറ്റവും കൂടി വരുന്ന ഐറ്റംസ്, കൂടി വരുന്നത് ഗോതമ്പാണ്, അത് എപ്പോഴും എക്സിൽ എഴുതണം. കൂടി വരുന്ന ഐറ്റം എക്സിൽ എഴുതണം. കുറയുന്ന ഐറ്റംസ് അരിയാണത് വൈകി എഴുതി. ഇത് വെച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ ചിത്രമാണ് PPC എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഇതിൽ 2 ചോദ്യം വരുന്നുണ്ട്. ഉൽപാദന സാധ്യത വക്രത്തില് ഫലപ്രദമായിട്ട് വിഭവങ്ങൾ ഉപയോഗിക്കുക, ഫലപ്രദമല്ലാതെ വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഗ്രാഫിൽ വരുന്ന മാറ്റം. വിഭവങ്ങൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാഫിന്റെ ചിത്രം ഇതിപ്പോൾ AB ആണ്. നിലവിലുള്ള വിഭവങ്ങൾ ഇപ്പോൾ ഇതാണ് AB എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ആരോ ഭാഗത്തോട്ട് പോകും. ഇതിപ്പോ O എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് K എന്നാണ്. OK എന്ന് പറയുന്ന ആ ഒരു ട്രെൻഡ് ഉണ്ട്. ഫലപ്രദമായി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അരിയുടെ അളവിൽ മാറ്റം വന്നു, ഗോതമ്പിന്റെ അളവിൽ മാറ്റം വന്നു. അതാണ് ഫലപ്രദമായിട്ടുള്ള ഉൽപാദനം എന്ന് പറയുന്നത്. ഇങ്ങനെ മുകളിലോട്ടുള്ള ഒരു ട്രെൻഡാണ് ഉൽപാദന സാധ്യത വക്രത്തിൽ നിന്ന് വരുന്നത് എങ്കിൽ അതിന് വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിലൂടെയാണ്. വിഭവങ്ങൾ എന്ന് പറയുന്നത് ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചപ്പോൾ ഉൽപാദനത്തിൽ വന്ന മുകളിലോട്ടുള്ള ഒരു ട്രെൻഡിനെയാണ് വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം. ഇത് തിരിച്ചിട്ട് വരാം. നേരെ മറിച്ച് ഗ്രാഫ് നിലവിലുള്ള സിറ്റുവേഷനിൽ താഴോട്ടാണ് വന്നത്. OM ആണ്.
വിഭവങ്ങൾ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അരിയുടെ അളവിലും ഗോതമ്പിന്റെ അളവിലും കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ അരിയുടെയും ഗോതമ്പിന്റെ അളവിലും ട്രെൻഡിന് കൂടുതലാണ് സംഭവിച്ചെങ്കിൽ വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം എന്നും അത് വേണ്ടത്ര രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ വിഭവങ്ങളുടെ ഉപയോഗം കാര്യക്ഷമമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9037114679. താങ്ക് യു.